നമസ്കാരം. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വൻ വർധനവാണ് ഇന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 520 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന് ഇന്ന് കുത്തനെ ഉയർന്നത്. ഇതോടെ സ്വർണ്ണവില വീണ്ടും 64,000 കടന്നിരിക്കുകയാണ്. ഒരു പവൻ സ്വർണത്തിന് 64,280 രൂപയാണ് ഇന്ന് നൽകേണ്ടുന്ന വില. 1 ഗ്രാം സ്വർണത്തിന് 65 രൂപയാണ് ഇന്ന് ഉയർന്നത്. ഇതോടെ വീണ്ടും 1 ഗ്രാം സ്വർണത്തിന് 8,000 രൂപ കടന്നു. 8,035 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന് ഇന്ന് നൽകേണ്ടത്. ഇന്നലെ പവൻ വില 63,760 രൂപയും ഗ്രാമിന് 7,970 രൂപയുമായിരുന്നു വില വന്നിരുന്നത്. വെള്ളിയാഴ്ച 63,920 രൂപയായിരുന്നു പവൻ വില. ശനിയാഴ്ച 63,120 രൂപയിലേക്ക് അത് താഴ്ന്നിരുന്നു. ഈ വില ഞായറാഴ്ചയും തുടർന്നു. തിങ്കളാഴ്ച 240 രൂപ കൂടി പവൻ വില 63,520 രൂപയിലെത്തി. ഫെബ്രുവരി മാസത്തിലെ ഏറ്റവും കുറഞ്ഞ വിലയായ 61,640 രൂപ ഫെബ്രുവരി 3-നും ഏറ്റവും കൂടിയ വിലയായ 64,480 രൂപ ഫെബ്രുവരി 11-നും രേഖപ്പെടുത്തിയിരുന്നു. സ്വർണത്തിന്റെയും വെള്ളിയുടെയും പ്ലാറ്റിനത്തിന്റെയും ഇറക്കുമതി തീരുവ കേന്ദ്ര സർക്കാർ കുറച്ചിരുന്നു. സ്വർണത്തിന്റെയും വെള്ളിയുടെയും ഇറക്കുമതി തീരുവ 6%, പ്ലാറ്റിനത്തിന്റേത് 6.4%മാണ് കുറച്ചത്. രാജ്യാന്തര വിപണിയിലെ ചലനങ്ങൾക്കനുസരിച്ചാണ് രാജ്യത്ത് സ്വർണ്ണവില നിശ്ചയിക്കപ്പെടുന്നത്. ഡോളർ, രൂപ വിനിമയ നിരക്ക്, ഇറക്കുമതി തീരുവ എന്നിവയും സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ലോകത്തെ ഏറ്റവും വലിയ സ്വർണ്ണ ഉപയോക്താക്കളാണ് ഇന്ത്യ. ഓരോ വർഷവും ടൺ കണക്കിന് സ്വർണം രാജ്യത്ത് ഇറക്കുമതി ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ആഗോള വിപണിയിൽ സംഭവിക്കുന്ന ചെറിയ ചലനങ്ങൾ പോലും അടിസ്ഥാനപരമായി ഇന്ത്യയിലെ സ്വർണ്ണവിലയിൽ പ്രതിഫലിക്കും. അതേസമയം രാജ്യാന്തര വിപണിയിൽ സ്വർണത്തിന് വില കുറഞ്ഞാൽ ഇന്ത്യയിൽ വില കുറയുമെന്ന് നിർബന്ധമില്ല. രൂപയുടെ മൂല്യം, പ്രാദേശികമായ ആവശ്യകത, ഇറക്കുമതി തീരുവ എന്നീ ഘടകങ്ങൾ ഇന്ത്യയിലെ സ്വർണ്ണവില നിശ്ചയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കും. നിലവിൽ പ്രാദേശികമായി പ്രവർത്തിക്കുന്ന ഗോൾഡ് അസോസിയേഷനുകളാണ് ആഭ്യന്തര വിപണിയിൽ സ്വർണത്തിന് വിലയിടുന്നത്. ആവശ്യകത അനുസരിച്ച് സ്വർണത്തിന് വില കൂട്ടാനും വില കുറയ്ക്കാനും അസോസിയേഷനുകൾക്ക് സാധിക്കും. ആവശ്യമായ സാഹചര്യങ്ങളിൽ ദിവസത്തിൽ 2 തവണ വരെ അസോസിയേഷനുകൾ വില പുതുക്കാറുണ്ട്. അമേരിക്കൻ പ്രസിഡന്റായുള്ള ഡൊണാൾഡ് ട്രംപിന്റെ 2ാം വരവ് ലോകത്തെ വ്യാപാര യുദ്ധത്തിലേക്ക് നയിക്കുകയാണ് എന്ന സൂചനയാണ് പുറത്തുവരുന്നത്. ട്രംപിന്റെ ഭരണകാലത്ത് US താരിഫുകൾ ഏർപ്പെടുത്താനുള്ള സാധ്യതയെക്കുറിച്ചുള്ള ആശങ്കകൾ കണക്കിലെടുത്ത് സമീപ മാസങ്ങളിൽ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ ശേഖരങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് സ്വർണ്ണ ബാറുകൾ നീക്കം ചെയ്തിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണ ശേഖരങ്ങളിൽ ഒന്നായ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൽ നിന്ന് ഗണ്യമായ സ്വർണ്ണ നിക്ഷേപം പുറത്തേക്ക് ഒഴുകിയെത്തി എന്നാണ് റിപ്പോർട്ട്. ഏകദേശം 8,000 സ്വർണ്ണ ബാറുകളാണ് ലണ്ടനിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് US ബാങ്കുകൾ മാറ്റിയിരിക്കുന്നത്. ഇത് മൊത്തം സ്റ്റോക്കിന്റെ 2% വരും. ലണ്ടനിലും ന്യൂയോർക്കിലും സ്വർണ്ണ വിലകൾ തമ്മിലുള്ള വർദ്ധിച്ചു വരുന്ന അന്തരമാണ് ഈ മാറ്റത്തിന് പ്രധാന കാരണം. ന്യൂയോർക്കിന്റെ ഫ്യൂച്ചർ മാർക്കറ്റ് വിലകൾ ലണ്ടൻ ക്യാഷ് വിലയേക്കാൾ ഉയർന്നതാണ് എന്നാണ് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ ഡെപ്യൂട്ടി ഗവർണർ സർ ഡേവ് റാംസ്ഡൺ പറയുന്നത്. ട്രംപ് വിജയിച്ചതിന് ശേഷം US സ്വർണ്ണ ഇൻവെന്ററികൾ ഇരട്ടിയായി വർദ്ധിച്ചിട്ടുണ്ട്. സ്വർണ്ണവില ഉടൻ തന്നെ ട്രോയ് ഔൺസിന് റെക്കോർഡ് നിരക്കായ $3,000 എത്തുമെന്നാണ് ചില വിശകലന വിദഗ്ധർ പ്രവചിക്കുന്നത്.